കേട്ടോ. എന്തോ പക്ഷേ പറഞ്ഞേ, ഒന്നുകൂടെ പറയുമോ? ചോദിച്ചു അങ്ങ് കേട്ടോന്ന് അറിയാനായിട്ട് ചോദിച്ചതാ. പ്രാർത്ഥനാ വിഷയം എന്താ വെച്ചൊന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനിപ്പം വന്നതല്ലേ ഉള്ളൂ. ഇല്ല, ഞാൻ കേട്ടു. അപ്പോളജി മിനിസ്ട്രി ചെയ്യുന്ന സൗകര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇനി നമ്മുടെ ദിവസേനയുള്ള പ്രാർത്ഥനകളെ പ്രാർത്ഥിക്കണം. പിന്നീട് എന്തെങ്കിലും പ്രത്യേക ഉണ്ടെങ്കിൽ അതും പ്രാർത്ഥിക്കണം മിനിസ്റ്ററെ. ഓക്കെ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ സമയത്ത് ഈ വ്യാഴാഴ്ച ദിവസം കർത്താവെ, ഞങ്ങൾ ഒരിക്കൽ കൂടി കർത്താവെ, ഞങ്ങൾ കർത്താവിന് മുമ്പിൽ വന്നിരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നു. ഞങ്ങളുടെ വായിലൊരു വാക്ക് വരുന്നതിന് മുമ്പേ അത് കർത്താവ് അറിയുന്നല്ലോ. കർത്താവെ, ഇന്നത്തെ ദിവസം ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങൾ കർത്താവിനെ ഓർമ്മിപ്പിക്കുകയല്ല, ഞങ്ങളെ തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഈ സംഭവങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ ഇത് ഞങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുകയാണല്ലോ. ഇനി ഞങ്ങൾക്ക് ഓർമ്മ വരുവാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും ഈ കാര്യങ്ങൾ വായിച്ച് കർത്താവിന് മുമ്പിൽ സമക്ഷം വയ്ക്കുന്നു. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ സ്വന്തം രാജ്യമായ ഇന്ത്യ. കർത്താവെ, എസ്തർ എന്റെ പുസ്തകത്തിൽ ഹിന്ദു രാജ്യം അന്ന് മുതലേ ഉള്ള ഹിന്ദു നാട് അല്ലെങ്കിൽ ഹിന്ദു ദേശം, ഇൻഡസ് നദിക്ക് ഇപ്പുറമുള്ള ഈ വലിയ ദേശം, ഈ ദേശം കർത്താവെ ഇന്നും നിലനിൽക്കുന്നു. ഞങ്ങൾ എല്ലാവരും അതിന്റെ മക്കളാണ്, ഇവിടെ ജനിച്ചവരും ഒക്കെയാണ്. കർത്താവെ, ഞങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ, അനേകം ഒരു വലിപ്പമുള്ള ഒരു രാജ്യമായി 150 കോടിയോളം ജനങ്ങൾ പാർക്കുന്ന ഒരു രാജ്യമായി ഇത് ഒരു ഒറ്റ രാജ്യമായി തീർന്നിരിക്കുന്നു. കർത്താവെ, യൂറോപ്പിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ജനസംഖ്യ എടുത്താൽ പോലും ഈ ഇന്ത്യയിലുള്ള ജനസംഖ്യ ഉണ്ടാകുമോ എന്ന് എനിക്ക് സംശയമാണ്. അത്ര വലിയൊരു രാജ്യമായ ഈ ഇന്ത്യ, കർത്താവെ, ഇന്ത്യയെ സെൻട്രലിൽ ഭരിക്കുന്നവരും ലോക്കലിൽ ഭരിക്കുന്ന എല്ലാവരും കർത്താവെ, ഇവർക്കെല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യയിലുള്ള ജനങ്ങൾ മുഴുവൻ സുവിശേഷം കേൾക്കുവാനും രക്ഷിക്കപ്പെടുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവെ, നീ ഇന്ത്യയെ നിന്റെ രക്തത്താൽ കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ, ഇന്ത്യയെ ഉള്ളിൽ നിന്ന് നശിപ്പിക്കുന്ന ജിഹാദികളും തീവ്രവാദികളും അന്യമത വിരോധികളും രാഷ്ട്രീയം കളിക്കുന്ന അനേകരും, കർത്താവെ, മതം കൊണ്ട് മാത്രം തലയെ നിറച്ചിരിക്കുന്ന അനേകർ, കർത്താവെ, ക്രിസ്ത്യാനികളെ വെറുക്കുന്നവർ, മുസ്ലിങ്ങളെ വെറുക്കുന്നവർ, ഹിന്ദുക്കളെ വെറുക്കുന്നവർ, മറ്റുള്ള ജാതികളെ വെറുക്കുന്നവർ, തമ്മിൽ അന്യോന്യം ദ്രോഹവും ദുഷ്ടതയും വെച്ച് പുലർത്തുന്നവർ, ഇങ്ങനെയുള്ള സകലരും കർത്താവെ ഇല്ലാതെയാകണം. അവരുടെ മനസ്സുകളെല്ലാം ശുദ്ധമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളം പോലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഗുണ്ടാഗർദി, കർത്താവെ, ഗുണ്ടകൾ മനുഷ്യരെ ഭീതിപ്പെടുത്തി കൊണ്ടിരിക്കുന്നു. കർത്താവെ, ഇപ്പോൾ കേരളത്തിലും ബംഗാളിലും തമിഴ്നാട്ടിലും ഭരണമാറ്റം ഉണ്ടായതോടെ ഒരു പ്രത്യേകതരം ഗുണ്ടകളെങ്കിലും ഇപ്പോൾ നിശബ്ദരായി കുറെ കാലം ഇരിക്കും. പക്ഷേ കർത്താവെ, ഗുണ്ട മനോഭാവം മനസ്സിൽ വെച്ച് പുലർത്തുന്ന ആരായാലും അവരുടെ ആ ഭാവമെല്ലാം വിട്ട് അവരെല്ലാം മാറണം, നന്മയ്ക്ക് വേണ്ടി മാറണമെന്ന് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യയുടെ പൊതു സ്വഭാവമായ മുസ്ലിം പ്രീണനം, വോട്ടുകൾക്ക് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കർത്താവെ ജനദ്രോഹപരമായ പ്രവൃത്തികൾ, അതുപോലെ കർത്താവെ മുസ്ലിങ്ങളുടെ ഏത് പാർട്ടി ആയാലും അവരുടെ ജനത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന MP-മാരും MLA-മാരും മന്ത്രിമാരും, കർത്താവെ, ഈ തരത്തിലുള്ള അവരുടെ സ്വഭാവം തന്നെ മാറണമെന്ന് ഞങ്ങൾ കർത്താവിനോട് അപേക്ഷിക്കുന്നു. കർത്താവെ, കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്ന മദ്രസ പഠനം, കുഞ്ഞുങ്ങളെ തീവ്രവാദികളും മനുഷ്യവിരോധികളുമാക്കുന്ന മദ്രസ പഠനം നിർത്തൽ ചെയ്യുവാൻ വേണ്ടി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 5 നേരത്തെ മനുഷ്യരെ എല്ലാം ശല്യപ്പെടുത്തുന്ന ഈ
ആസാമിൽ കൊലവിളി കർത്താവെ ഇത് ബംഗാളിൽ സുവേന്ദു അധികാരി അവരുടെ ശബ്ദം മോസ്കിന്റെ ഉള്ളിൽ മാത്രം കേൾക്കണമെന്നുള്ള നിയമം പാസാക്കിയതായി അറിഞ്ഞു. അതുപോലെ നിരത്തുകളിലും റോഡുകളും അടച്ചിട്ടുള്ള നിസ്കാരം നിർത്തലാക്കിയതായി ഞങ്ങൾ അറിയാൻ കഴിഞ്ഞു. കർത്താവെ, ഓരോരോ സംസ്ഥാനങ്ങളിലും ഇത് വ്യാപിക്കട്ടെ. മുസ്ലിങ്ങൾ അവർ പ്രാർത്ഥിക്കുന്നത് അവരുടെ മോസ്കിന്റെ ഉള്ളിലോ വീട്ടിന്റെ ഉള്ളിലോ ആയി. കർത്താവെ, അവരുടെ സകലവിധ ഇത്തരത്തിലുള്ള പൊതുശല്യങ്ങളും ഇല്ലാതെ മനുഷ്യരായി ജീവിക്കുവാൻ അവർ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്ത്രീകളെ ചാക്കിൽ കയറ്റുന്ന ബുർഖധാരണം, പലതരത്തിലുള്ള ജിഹാദുകൾ, കർത്താവെ, വഖഫ് എന്ന പരിപാടി, ഇങ്ങനത്തെ ചതികളെല്ലാം നിർത്തൽ ചെയ്ത്, ലവ് ജിഹാദ് ഇങ്ങനെയുള്ളതെല്ലാം നിർത്തൽ ചെയ്ത് കർത്താവെ, മനുഷ്യരായി ജീവിക്കുവാൻ മുസ്ലിങ്ങളെ കർത്താവെ അവരെ മാറ്റണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ്, BSF തുടങ്ങി അനേക പാരാമിലിറ്ററി ഫോഴ്സസ് ഇവരെല്ലാ ഭടന്മാർക്കും ഓഫീസേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ കുടുംബങ്ങളെയും കർത്താവെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ കാക്കുന്ന ഇവരെ കർത്താവെ നീ പ്രത്യേകമായി അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ തിരിച്ചറിയാൻ അവർക്ക് കഴിയണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കോമൺ സിവിൽ കോഡ് നടപ്പാക്കാനായിട്ട് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരേ സിവിൽ നിയമം, എല്ലാവർക്കും ഒരേ ക്രിമിനൽ നിയമം, അത് ഒരു രാജ്യത്ത് അതായിരിക്കണമല്ലോ വേണ്ടത്. കർത്താവെ, അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് കർത്താവെ, അതുപോലെ കേരളത്തിൽ നീതിന്യായം നടത്തുന്ന പുതിയ ഗവൺമെന്റ് ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. കർത്താവെ, ഗവൺമെന്റ് മാറി ഇനി കർത്താവെ ഭരിക്കുന്നവർ ഇവിടെ നീതിന്യായം നടപ്പാക്കണം. അതിനുവേണ്ടി കർത്താവെ ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കേരളത്തിലെ ഡ്രഗ് ബിസിനസ്സും ഡ്രഗ് കൺസംഷനും കർത്താവെ അത് പൂർണ്ണമായും ഇല്ലാതെയാകുവാനും ഞങ്ങളുടെ യുവജനങ്ങളും എല്ലാവരും രക്ഷിക്കപ്പെടുവാനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, ഇനി ലോട്ടറി വിറ്റ് ജീവിക്കുന്നവർ വേറെ വല്ല ജീവിതമാർഗവും കണ്ടെത്തുവാനും ഈ ലോട്ടറി വിൽപ്പന എല്ലാം നിർത്തൽ ചെയ്യുവാനും കർത്താവെ, മദ്യപാനം കർത്താവെ നിർത്തൽ ചെയ്യുവാനും ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. മദ്യപന്മാരെല്ലാം മനസ്സ് മാറി കർത്താവെ നല്ലവരായി മാറട്ടെ. കർത്താവിനെ അറിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കർത്താവെ, മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഒരു തീരുമാനം ഇപ്പോഴുണ്ടാകാൻ സാധ്യമാണ്. കർത്താവെ, അതിന് എന്നുകൊണ്ട് പോകാതെ എത്രയും വേഗം തമിഴ്നാടിന് ആവശ്യമായ ജലവും നൽകി ഈ കേരളത്തിലെ ജനങ്ങളുടെ ഭീതി ഒഴിവാക്കുവാൻ വേണ്ടി ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, താഴെ ഇരുന്ന് എന്തൊക്കെയോ എഴുതിയിടുന്ന ഈ റിയാസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റിയാസിനെ പോലെയുള്ള അനേകർ കർത്താവെ പിശാചിനെ ആരാധിച്ചുകൊണ്ട് സത്യദൈവത്തെ നോക്കി കർത്താവെ അവര് തുള്ളുന്നതും ദൈവത്തിന്റെ മക്കളെ നിന്ദിക്കുന്ന ഇവരെ കർത്താവെ ഇവരോട് ക്ഷമിക്കണമേ കർത്താവെ. കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവെ, ഈ ലോകത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും നോക്കിയിട്ടും അറിഞ്ഞിട്ടും കർത്താവെ പിശാചിനോടൊപ്പം നിൽക്കുന്ന ഈരിയാസിനെ പോലെയുള്ള അനേക മുസ്ലിങ്ങളെ ഞങ്ങൾക്കറിയാം. കർത്താവെ, ഇവരോടൊക്കെ ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെയ്യുന്നത് എന്തെന്നറിയാതെ ഇവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും അന്യമതസ്ഥരെ കൊല്ലുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതും എല്ലാം കർത്താവെ നീ ഇവരോട് ക്ഷമിക്കണമേ. ഇവർക്കെല്ലാം ഒരു മാനസാന്തരം വരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. I pray all this with thanksgiving in Jesus' mighty name. Amen. Amen, amen, amen. ആമേൻ. ഹല്ലേലൂയ, സ്തോത്രം.